നമസ്കാരം. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ ദക്ഷിണ കൊറിയയിൽ സ്ഥാപിച്ചിരുന്ന താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം അവിടെ നിന്നും പിൻവലിച്ച് ഇറാനിലെ യുദ്ധമുഖത്തേക്ക് മാറ്റുകയാണ് US. അമേരിക്കയുടെ ഈ തീരുമാനം ദക്ഷിണ കൊറിയയ്ക്ക് ചെറുതല്ലാത്ത തിരിച്ചടികൾ നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ മണ്ണിൽ ഈ ആയുധങ്ങൾ സ്ഥാപിച്ചത് വഴി ചൈനയുമായുള്ള സാമ്പത്തികവും നയതന്ത്രപരവുമായ ബന്ധങ്ങൾ തകർന്നത് ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയായാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ സഖ്യങ്ങൾ എപ്പോഴും വിശ്വസനീയമല്ല എന്ന കടുത്ത പാഠമാണ് ഇതോടുകൂടി ദക്ഷിണ കൊറിയ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പതിറ്റാണ്ട് മുമ്പ് അമേരിക്കയുമായുള്ള സഹകരണമാണ് ദക്ഷിണ കൊറിയയെ അയൽ രാജ്യമായ ചൈനയുമായി കൊമ്പുകോർക്കാൻ പ്രേരിപ്പിച്ചത്. ഉത്തര കൊറിയയുടെ ഭീഷണികളെ ചെറുക്കാൻ പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാത്രമാണ് അമേരിക്കയുടെ താഡ് സംവിധാനം തങ്ങളുടെ മണ്ണിൽ വിന്യസിക്കാൻ വാഷിംഗ്ടണുമായി ധാരണയിലെത്തിയിരുന്നു എന്നായിരുന്നു അന്ന് സിയോൾ വ്യക്തമാക്കിയത്. എന്നിരുന്നാലും ബീജിംഗ് അത് പൂർണ്ണമായും അംഗീകരിച്ചില്ല. ഈ നീക്കം ചൈനയുടെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. ഇതിന്റെ അനന്തരഫലമായി ദക്ഷിണ കൊറിയയ്ക്ക് പല തിരിച്ചടികളും നേരിടേണ്ടി വന്നു. ദക്ഷിണ കൊറിയയിലേക്കുള്ള ചൈനീസ് വിനോദസഞ്ചാരം ഏറെക്കുറെ നിലച്ചമട്ടായി. ഹുണ്ടായ്, കിയ കമ്പനികളുടെ ചൈനയിലെ ഫാക്ടറികൾ അങ്ങ് അടച്ചുപൂട്ടി. K-pop താരങ്ങൾ വ്യവസായം വിടാൻ കാരണമായ ഹാലു നിരോധനം ഏർപ്പെടുത്തി. ദക്ഷിണ കൊറിയൻ ഉൽപ്പന്നങ്ങൾ കടകളിൽ നിന്നും ആകെ അപ്രത്യക്ഷമായി. സാംസ്കാരിക പരിപാടികൾ റദ്ദാക്കപ്പെട്ടു. അമേരിക്കയുമായുള്ള സൗഹാർദ്ദത്തിലൂടെ ദക്ഷിണ കൊറിയ ഒരു വലിയ റിസ്ക് ആണ് എടുത്തത്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായുള്ള ബന്ധം എക്കാലത്തെയും മോശം നിലയിലെത്തി. സിയോങ്ജു എന്ന ചെറിയ പട്ടണത്തിലെ നാട്ടുകാർ ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങളുടെ ആഘാതം തങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭയന്ന് പ്രതിഷേധിച്ചു. ജനങ്ങൾ താഡ് വിരുദ്ധ പ്ലക്കാർഡുമായി മാർച്ചുകളും കുത്തിയിരിപ്പ് സമരങ്ങളും നടത്തി. എന്നാൽ ഉത്തര കൊറിയൻ അജണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സർക്കാർ ഇവയെല്ലാം പാടെ അവഗണിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ 2026 എത്തുമ്പോൾ ഇറാനുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി അമേരിക്ക ഈ താഡ് ബാറ്ററികൾ ദക്ഷിണ കൊറിയയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഈ പുനർവിന്യാസത്തിൽ സിയോൾ അസ്വസ്ഥരാണ്. അവർ ഇതിനെ എതിർക്കുകയും ചെയ്തു. ഉത്തര കൊറിയയിൽ നിന്നുമുള്ള ഭീഷണി തടയാൻ സ്വന്തം നിലയ്ക്ക് സാധിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും സഖ്യകക്ഷിയായ അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള തീരുമാനം രാജ്യത്തിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഇത്തരം തീരുമാനങ്ങൾ തങ്ങളെ കൂടുതൽ ദുർബലരാക്കുന്നു എന്നാണ് ദക്ഷിണ കൊറിയ ഭയപ്പെടുന്നു. താഡ് രാജ്യത്തിൽ നിന്നും മാറ്റുന്നത് ഉത്തര കൊറിയൻ ഭീഷണികളെ പ്രതിരോധത്തിലാക്കാനുള്ള ശേഷിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കില്ല എന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. സിയോളിന് എതിർപ്പ് പ്രകടിപ്പിക്കാമെങ്കിലും അമേരിക്കയുടെ സ്വന്തം സൈനിക ആവശ്യങ്ങൾക്കായി വിദേശത്ത് ആയുധങ്ങൾ കൊണ്ടുപോകുന്നതിൽ നിന്നും അവരെ തടയാനാകില്ല ഒരിക്കലും. നമ്മുടെ നിലപാടിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യവും മന്ത്രിസഭയിൽ സംസാരിക്കവേ ലിയെ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ ബഡ്ജറ്റ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഒന്നാണെന്നും ഉത്തര കൊറിയയുടെ GDP-യേക്കാൾ 1.4 മടങ്ങ് കൂടുതലാണെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ദക്ഷിണ കൊറിയയുടെ വ്യോമ പ്രതിരോധ ആയുധ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം താഡ് പാട്രിയറ്റ് സംവിധാനങ്ങളാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപകട സാധ്യതകളുടെ വ്യാപ്തി കുറച്ചു കാണിക്കാൻ ലീ ശ്രമിക്കുന്നുണ്ട് എങ്കിലും താഡ് സംവിധാനം മാറ്റിയത് ദക്ഷിണ കൊറിയയെ ദുർബലമാക്കിയിട്ടുണ്ട് എന്നതാണ് സത്യവും. താഡിന് പുറമെ ചില US പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദേശത്തേക്ക് ആയുധങ്ങൾ അയക്കുന്നതിനെ കുറിച്ച് ഇരുപക്ഷത്തെയും സൈന്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. മധ്യേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ വാഷിംഗ്ടൺ തങ്ങളുടെ മുൻഗണനകൾ മാറ്റുന്നത് ഏഷ്യൻ മേഖലയിൽ ശക്തി സന്തുലിതാവസ്ഥയെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ഹ്രസ്വ, ഇടത്തരം, ഇന്റർമീഡിയറ്റ് റേഞ്ചുകളിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് അവയെ തകർക്കാനാണ് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.